2K24 നാടകം സ്ക്വയർ അറ്റ് നേർക്കല്ല നിങ്ങളാരാണ്. രചന സംവിധാനം നൗഷാദ് കെ നമ്പൂതിരി. സാങ്കേതിക സംവിധാനം രേണുക പ്രദീപ്. സംവിധാന സഹായം ദീപിക മണ്ണപ്പുറം. മേക്കപ്പ് ആൻഡ് വസ്ത്രാലങ്കാരം മുല്ലൈമ ഷഹ്ല. സ്ക്വയർ അറ്റ് നേർക്കല്ല നിങ്ങളാരാണ്. സ്വാഗതം. ഞാൻ നിമിഷ. നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും നിമിഷ നല്ല സ്റ്റൈലിലാണെന്ന്. ഞാൻ കലാൻസിന്റെ കോളംബോട്ടിൽ നിന്ന് കയറി. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരാളെ പരിചയപ്പെടുത്താം. തികച്ചും വ്യത്യസ്തനായ ഒരാൾ. പകൽ വെളിച്ചത്തിൽ പ്രാന്തൽ തൂക്കി നടക്കുന്ന ഒരാൾ. സാർ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ മനുഷ്യനെ തിരയുകയും ബന്ധിതനല്ലാത്ത മനുഷ്യനെ തിരയും. ചങ്ങലകളാൽ ബന്ധിതനല്ലാത്ത മനുഷ്യനെ തിരയും. ഞാനും നിങ്ങളുടെ ചുറ്റുമുള്ളവരൊന്നും മനസ്സിലല്ലേ? ഈ പകലിൽ ഇരുട്ടാണ്. കണ്ണും കാതും മനസ്സും നിറക്കുന്ന പോലിരിപ്പ്. ഞാൻ എങ്ങിൽ നിന്നാണ് വരുന്നത്? അതെ, എങ്ങിൽ നിന്ന് തന്നെ. കാഴ്ചയിൽ നിന്നാണ് കാഴ്ചപ്പാടുകൾ തുടങ്ങുന്നത്. കാഴ്ചപ്പാടുകളിൽ നിന്നാണ് കാഴ്ച അവസാനിക്കുന്നത്. കാഴ്ചയിൽ നിന്നാണ് കാഴ്ചപ്പാടുകൾ തുടങ്ങുന്നത്. കാഴ്ചപ്പാടുകളിൽ നിന്നാണ് കാഴ്ച അവസാനിക്കുന്നത്. ഹായ് ഗൈസ്, എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്കോ? ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുന്നു. നീ എവിടെ പോവാ? ഞാൻ നാട്ടിൽ പോവാ. 3 മണിക്ക് ഒരു ബസ്സുണ്ട്. നീ കോഴിക്കോട്ടേക്കല്ലേ? അതെ. നിങ്ങളെന്താ ഈ പുലർച്ചയ്ക്ക്? ഞാനൊരു ബൈക്ക് ഇറങ്ങിയതാ. പിന്നെ ഞാനൊരു സാധനം തന്നാൽ നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അതിനെന്താ? എവിടെ നോക്കട്ടെ. ഏടാ, നിനക്കറിയില്ലേ നമ്മുടെ കോളേജിൽ വന്നിരുന്ന ശംഭുവിനെ? പേര് കേട്ട് പരിചയമുണ്ട്. അവൻ കുറച്ച് മരുന്ന് തന്നിട്ടുണ്ട്. അവന്റെ മാമന് നാട്ടിലൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് ലാഭത്തിന് വാങ്ങിയതാ. അവരെന്നെ വന്നിരുന്നു, പക്ഷെ കൊണ്ടുപോകാൻ പറഞ്ഞു. നിനക്ക് ബുദ്ധിമുട്ടാവോ? ഇല്ല. പിന്നെ മറ്റൊരു കാര്യം, ഇത് ടാക്സ് കൊടുക്കാതെ കൊണ്ടുവന്നതാ. പോലീസിനെ ശ്രദ്ധിക്കണം. എന്നാ ശരി, ബസ് വരുന്നുണ്ട്. അല്ല അമ്മ, ഞാൻ ഇറങ്ങാൻ പോയാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ വിളിക്കാം. സാർ, ഒന്ന്
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നിവിടെ നടന്ന മുട്ടക്കോഴികളും കമ്പിളിപ്പുറപ്പും എന്ന പരിപാടിയിൽ സഹകരിച്ച സംഘാടകർക്കും എത്തിച്ചേർന്ന നാട്ടുകാർക്കും നേതൃത്വം നൽകിയ വ്യക്തികൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനു മുൻകൈയെടുത്ത മെമ്പർ ശ്രീ ദേവദാസ് പാലപ്പറ്റ, മറ്റു വ്യക്തികൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇതുപോലുള്ള പരിപാടി ഇനിയും ഉണ്ടാകണം. പ്രോഗ്രാം ഇനിയും ഉണ്ടാവണം. നിങ്ങളുണ്ടായതുകൊണ്ടാണ് നമ്മൾ ജയിച്ചു പോകുന്നത്. നിങ്ങളുണ്ടായതുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടന്നു പോകുന്നത്. സത്യത്തിൽ ഞാനാണ് നിങ്ങളെ കൊണ്ട് ജയിക്കുന്നത്. വക്കീലിന്റെ ഓഫീസ് ഗാന്ധി സ്ക്വയറിന്റെ അടുത്തായത് എന്തായാലും നന്നായി. ശരി ശരി, ഇനി നമുക്ക് എന്തായാലും പോകാൻ നോക്കിയാലോ? എന്നാ നിങ്ങളുടെ വീട് വിളിച്ച ഇതുപോലെയുള്ള സഹകരണങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നു. ഇത് ആരാണ് ഈ പട്ടാപകൽ വിളിച്ചു പോകുന്നത്? മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതാണെങ്കിലും ആയിക്കോട്ടെ. മേനോൻ വക്കീൽ. യെസ്, ഞാനാണ് മേനോൻ വക്കീൽ. എന്താണ് കാര്യം? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? സർ, നിങ്ങൾ അറിഞ്ഞു കാണും, കഴിഞ്ഞ ദിവസം എന്റെ മോനെയാണ് പോലീസ് പിടിച്ചത് ലഹരി കടത്തി എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ മോനാണ് സുൽത്താൻ? എന്തായാലും കഷ്ടമായി പോയി. അവനാളെങ്ങനെയാണ്? അവനെ ആരോ ചതിച്ചതാണ് സാർ. അവനിത് ശീലമില്ലാത്തതാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല വക്കീൽ സാർ. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. അതെ, അവന്റെ കയ്യിൽ നിന്ന് ആ പെട്ടികൾ വിളിച്ചില്ലേ, അത് പ്രശ്നമാണ്. എന്തായാലും എനിക്ക് തിരക്കുണ്ട്, കുറച്ച് കേസുകൾ തീർക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേറൊരാളുടെ നമ്പർ തരാം. അവർക്ക് ഇതിൽ എന്തായാലും ഇടപെടാൻ സാധിക്കും. ഞങ്ങൾക്ക് അവനില്ലാതെ പറ്റില്ല സാർ. ഞങ്ങൾക്ക് അവൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിഷമിക്കേണ്ട, വക്കീൽ അത് വേണ്ടതുപോലെ ചെയ്യും. ശരി സാർ. അത് കുറച്ച് പ്രശ്നമാണ്. അവൻ പറഞ്ഞ പ്രതിയെ കിട്ടിയാൽ മാത്രമേ കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അയാൾ പ്രതിയായി മാറും. നീ എന്ന് വിചാരിച്ചാൽ നിനക്ക് മാത്രം സഞ്ചരിച്ചാൽ മതിയോ? നിനക്ക് മാത്രം സഞ്ചരിച്ചാൽ മതി എന്ന് നീയും വിചാരിക്കണ്ട. കാറിൽ തട്ടിയതിന് പരിഹാരം വേണം. എന്ത് പരിഹാരം? കുറെ നേരമായി നീ എന്നോട് വേണ്ട. നീ എന്ത് ചെയ്യും? ഞാൻ എന്റെ സൈഡിലൂടെയാണ് പോയത്. നിനക്ക് എന്താ ചെയ്യണം? എന്നെ തടഞ്ഞിട്ടാണ് നീ പോയത്. എനിക്ക് വഴി തരാതെ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എന്റെ സൈഡിലൂടെയാണ് പോയത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇപ്പൊ പണി നോക്കടാ. നീ എന്റെ വണ്ടിയുടെ പരിക്ക് മാറ്റി. എനിക്ക് സൗകര്യമില്ല. എന്താണ് പ്രശ്നം? എന്തിനാണ്
എന്റെ മകന്റെ കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്. നമ്മളെ വീട് ഇവിടെ അടുത്താണ്, നമുക്ക് അവിടെ പോയി സംസാരിക്കാം. എടാ സതീഷ, 2 കസാര എടുത്തോട് പുറത്തേക്കിട്. നിങ്ങൾ എങ്ങോട്ടാണ് ഈ വിളിച്ചുകൊണ്ട് നടക്കുന്നത്? ആളുകളെ കൊണ്ട് വട്ടാണ് എന്ന് പറയുന്നത്. വട്ട് ഒരു അത്ഭുത പ്രതിഭാസം. ഈ പ്രപഞ്ചത്തിലെ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും വട്ടം പ്രദാനം ചെയ്യും. ഈ ഭൂമിയും ഉരുണ്ടതാണ്. ഞാനും നിങ്ങളും തുടക്കത്തിൽ നിന്ന് അവസാനത്തിലേക്ക് ഉരുണ്ടുകൊണ്ടിരിക്കും. എല്ലാ വട്ടവും ഒരു കേന്ദ്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങളിവിടെ ഇരിക്കും, ഇത് കുടിക്കും, നല്ല നിങ്ങൾ ഇനി നടന്നോ, നിങ്ങളോട് നടക്കാൻ തുടങ്ങട്ടെ. ഞങ്ങളുടെ ഗാന്ധിക്കാരും അമ്മാവൻ നടന്നു വന്നോ? തീർച്ചയായിട്ടും അയാളെ വയ്ക്കോ, അയാൾ പിന്നെ എടുക്കരുത്. പിന്നെ കാറ് എഴുതാൻ മറക്കണ്ട. ഇനി നീ എന്നെ വിളിക്കണ്ട, ഞാൻ നിന്നെ വന്ന് കണ്ടോളാം. കണ്ടിട്ടുണ്ട്. നിങ്ങൾ വേഗം വാ, പെട്ടെന്ന്. കേട്ടോ, ബഹുലമായ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ. ആരാണ് തിരിച്ചത്? നേർക്കണ്ണിന്റെ യാത്രകൾ വിശ്വസിക്കാവുന്നതാണ്. നിങ്ങൾ ആരാണ്? ഞാനാരാണ്? കൊന്നതാണ്. അസഹിഷ്ണുതയുടെ 20 വംശം എന്നെ വെടിവെച്ചു തന്നതാണ്. അധികാരവും പണവും വെറുതെയാണെന്ന് തെറ്റിദ്ധരിച്ച മരമണ്ടൻ. ചരിത്രബോധവും രാഷ്ട്രസ്നേഹവും ചിരിച്ചു പഴകിയ ചിന്തകളാൽ പുതുക്കിപ്പണിയുകയാണ്. സതകൃതരും നിരക്ഷരതയും കൈകാലിട്ടടിച്ച് ദുരിതമേകുന്ന നിലനിൽപ്പിന് വഴിവെട്ടുകയാണ്. ആദർശവാദം ചുരുട്ടിക്കൂട്ടിയ കടലാസുകൾ ഇരിപ്പിടമക്കി പ്രത്യയശാസ്ത്രവും ഇസങ്ങളും പരസ്പരം പുറം ചൊല്ലുകയാണ്. സ്വന്തബോധം തിരയുന്ന അക്ഷരങ്ങൾ കളിച്ചുയർച്ച് വായനശാലകളിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. എവിടെയാണ്
മനുഷ്യന്റെ കാലടികൾ എവിടെയാണ് അവയെ കാണിച്ചത്? എവിടെയാണ് മനുഷ്യന്റെ കാലടികൾ? എവിടെയാണ് അവയെ കാണിച്ചത്?